വെഡ്ഡിങ് ഇൻഡസ്ട്രി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ആ വെഡ്ഡിങ്ങിന്റെ ആ മുഹൂർത്തം അല്ലെങ്കിൽ ആ മൊമെന്റിന് ആ ഒരു 3 മണിക്കൂറിനുള്ളിൽ നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങൾ വന്നാലും നമുക്കതെല്ലാം ഒരു സ്ട്രെസ്സാണ്. ഇത് ഞങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ഡു ഹാവ് എ ഗുഡ് ടീം. ഇതൊരു ടീം വർക്കാണ്. വെഡ്ഡിങ് ഒരിക്കലും ഒരു 1 man ഷോ അല്ല. ഒരാളെ കൊണ്ടോ അല്ലെങ്കിൽ 2 പേരെ കൊണ്ടോ 3 പേരെ കൊണ്ടോ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സമയം. ഒരു ചെറിയ ഫംഗ്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, വരുന്നു ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മാല ഇടുന്നു താലി കെട്ടുന്നു എന്നുള്ളൊരു സ്കീമാണെങ്കിൽ ചിലപ്പോൾ നടക്കത്തില്ല. പക്ഷേ ഒരു പേഴ്സണലൈസ്ഡ് വെഡ്ഡിംഗ് ആണ്, കുറച്ചുകൂടെ ഗ്രാൻഡ് ലെവലിലുള്ളതാണ്, കുറച്ചുകൂടെ എന്റർടൈൻമെന്റ്സ് ഉണ്ട്, കുറച്ചുകൂടെ പ്രോഗ്രാംസ് ഉണ്ട്, കുറച്ചുകൂടെ ഫാമിലി പെർഫോമൻസുകളുണ്ട്. ഇങ്ങനെയുള്ള കേസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാം, നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. അപ്പം ഇത് മാനേജ് ചെയ്യാനാണ് നമ്മളൊരു ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ ഏൽപ്പിക്കുന്നത്. ഒരു ടീം എന്ന് പറഞ്ഞാൽ അവിടെ ടീമിൽ ഓരോ സെക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ അപ്പുറം കാര്യങ്ങൾ പോകുമ്പോഴാണ് നമ്മൾ സ്ട്രെസ് ഔട്ട് ആവുന്നത്, ഫ്രിക് ഔട്ട് ആവുന്നത്. അപ്പം പക്ഷേ ഒരു ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടീമിനെ ഓരോ സെക്ഷനായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി സ്പ്ലിറ്റ് ആയി ഓരോരുത്തരും അവനവൻ്റെ ഏരിയ വരുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ രീതിയിലാണെങ്കിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഒരു പരിധി വരെ കാര്യങ്ങൾ ഓടിക്കാൻ പറ്റും.